Hello dears, welcome back to Silent Learning. It's me, Sri Bhama SB. മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ള നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വരുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖം പരത്തുന്ന ഒരാളാണ് മൊസ്കിറ്റോസ് അല്ലെ. അപ്പൊ ഈ മൊസ്കിറ്റോസിനെ പറ്റിയുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, എ ട്രീറ്റ് ഫോർ മൊസ്കിറ്റോസ് എന്നൊരു അടിപൊളി ചാപ്റ്റർ എന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കൂടുതൽ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട. നോക്കിയുടെ മക്കളെ, നമ്മുടെ ചുറ്റും നോക്കുന്ന സമയത്ത് പല പല അസുഖങ്ങൾ പലപ്പോഴും നമുക്ക് കേൾക്കാം അല്ലെ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ഈ മൊസ്കിറ്റോ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനം തന്നെയാണ് മൊസ്കിറ്റോ കൊണ്ട് ഒരുപാട് ഇഷ്യൂസസ് വരും അല്ലെ. എവിടെ നോക്കിയാലും ചില സമയത്ത് നമുക്ക് മൊസ്കിറ്റോസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മൊസ്കിറ്റോസിനെ നശിപ്പിക്കാൻ വേണ്ടി പലതും വാങ്ങി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും അധികം അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല, ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ് മൊസ്കിറ്റോ. മലേറിയ, ഡെങ്കി, ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങള് നമ്മൾ ഈ പറയുന്ന പോലെ യെല്ലോ ഫീവർ ഒക്കെ നമ്മുടെ മൊസ്കിറ്റോ ഉണ്ടാക്കുന്ന ഡിസീസസ് ആണ്. അപ്പൊ മൊസ്കിറ്റോ എന്ന് പറയുന്നത് ഒരു രോഗവാഹിയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഡിസീസസിനെ ക്യാരി ചെയ്യുന്ന ഒരാളാണ്. അയാൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് പലതും, ചിലതിലൊക്കെ പറയുകയാണെങ്കിൽ പീഡിസ് ഈജിപ്തി പോലെയുള്ള കൊതുകുകളൊക്കെ ഉണ്ട്, മൊസ്കിറ്റോസ് ഉണ്ട്. അവരൊക്കെ ഇതേപോലെയുള്ള ചിക്കൻ ഗുനിയും അതുപോലെ ഡെങ്കിപ്പനിയും പോലെയുള്ള പലതായിട്ടുള്ള ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്ന മൊസ്കിറ്റോസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊസ്കിറ്റോസിനെ മാക്സിമം നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാ മക്കളെ ഈ മൊസ്കിറ്റോ ഉണ്ടാകുന്നത്? ഒരു കുഞ്ഞു മൊസ്കിറ്റോ ഉണ്ടായത് കുഴപ്പമില്ല, പക്ഷെ പല സമയത്ത് അത് കൂടി നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് വരുന്നത്? പല സ്ഥലത്ത് ഈ വെള്ളം കെട്ടിക്കിടക്കില്ലേ? നമ്മുടെ വീടിന്റെ ചുറ്റും തന്നെ സറൗണ്ടിങ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും പോവില്ല എന്നുള്ള രീതിയിൽ കെട്ടിക്കിടക്കുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടായിരിക്കും. അവിടെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ഈ മൊസ്കിറ്റോ വളരുക. മൊസ്കിറ്റോന്റെ കുഞ്ഞായിട്ടുള്ള ലാർവകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അവിടെയാണ്. ഇതാണ് മൊസ്കിറ്റോസിന്റെ ലാർവ എന്ന് വെച്ചാൽ മൊസ്കിറ്റോന്റെ കുഞ്ഞ്. ഈ കൊതുകിന്റെ കുഞ്ഞെന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും ഈ ചളി വെള്ളത്തില്, അതുപോലെ തന്നെ ഈ ചിരട്ടയിലൊക്കെ ഉള്ള വെള്ളം, അതുപോലെ പ്ലാസ്റ്റിക് പാത്രത്തിലുള്ള വെള്ളം, അങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതേപോലെയുള്ള ലാർവകള്, കൂത്താടികൾ എന്നൊക്കെ നമ്മൾ പറയും, കാണാൻ വേണ്ടി പറ്റാം. അപ്പൊ നിങ്ങൾക്കൊരു കോൺവെർസേഷൻ ഉണ്ട് ആരതിയുടെയും അതുപോലെ നാൻസിയുടെയും. ആരതി എന്താ പറയുന്നത്, where did you see them? നിങ്ങൾ എവിടെ നിന്നാണ് കൊതുകിനെ കണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ നാൻസി പറയാ, there was an old pot lying behind our house. കണ്ടോ, അവരുടെ വീടിന്റെ ബാക്ക് സൈഡില് ഇതേപോലെ ഒരു പോട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഫുൾ ഓഫ് വാട്ടർ ഓഫ് സം ഡേയ്സ്. പല സമയത്ത് അവിടെ ഫുള്ള് വെള്ളമായിരുന്നു. when I looked there I saw some tiny thread like gray things swimming. എന്തൊരു കുഞ്ഞു സാധനങ്ങൾ സ്വിം ചെയ്ത് കളിക്കുന്നത് ആ കുട്ടി കണ്ടു എന്നാണ് പറയുന്നത്. I was surprised when mummy told me that these are come out by the eggs which is of mosquito lay in water. അപ്പൊ മൊസ്കിറ്റോ എന്ന് പറഞ്ഞ വെള്ളത്തിലുള്ള ആ വാട്ടറിനകത്ത് നിന്നാണ് എന്ത് കാണാൻ പറ്റിയത്, ഈ മൊസ്കിറ്റോയുടെ കുഞ്ഞായിട്ടുള്ള ലാർവേനെ കാണാൻ വേണ്ടി പറ്റത്. They are called larvae. It is also heard sometimes about, this is a radio. അപ്പൊ വാട്ട് ഡിഡ് യു ഡു? ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെ? മൊസ്കിറ്റോസ് ഇങ്ങനെ പെരുകി കഴിഞ്ഞ സീനല്ലേ, ലാർവ വന്നു മൊസ്കിറ്റോ വന്ന സീനാണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചപ്പോ പമ്പ immediately threw away the water. He cleaned and dried the pot and kept upside down so that no water would collect. അപ്പൊ എന്ത് ചെയ്തു, വേഗം ആ കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്തു, അതുകൊണ്ട് വേഗം എവിടെയോ കൊണ്ട് ഒഴിച്ചു കളഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, മാക്സിമം അതിൽ നിന്ന് ആ വെള്ളത്തിനെ കൊണ്ട് കളഞ്ഞിട്ട് അതിനകത്തുള്ള ലാർവേനെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഷോസിയാൻറ്റിയും പറഞ്ഞത് എന്താണ്, told me that even flies spread diseases, especially stomach problem. അല്ലെ, പല ഡിസീസസ് ഉണ്ടാക്കുന്നത് മൊസ്കിറ്റോസ് ആണ്. അതുപോലെയുള്ള മൊസ്കിറ്റോസിന്റെ ബൈറ്റിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരെ സ്പ്രെഡ് ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത്. സോ വി നീഡ് ടു എന്ത് ചെയ്യണം, വി നീഡ് ടു പ്രിവെന്റ് ദാറ്റ് വൺ, നമുക്കത് തടയണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡ്രൈ ഡേ ആചരിക്കാൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് ഏതെങ്കിലും ലൈക്ക് ഒരു വെനസ്ഡേയോ ഏതെങ്കിലും ഒരു ദിവസം സ്കൂളുകൾ ഉണ്ടായിരിക്കാം, വീടുകളിൽ നിങ്ങൾക്ക് ചെയ്യാം, ഡ്രൈ ഡേ ആചരിക്കാം. എന്ന് വെച്ചാൽ ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീടും പരിസരമൊക്കെ ശുചിയായി സൂക്ഷിക്കാം, ക്ലീൻ ചെയ്യാം. വീട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ മാക്സിമം ഇതാക്കുക, പ്ലാസ്റ്റിക് വെറുതെ കിടക്കുന്നതൊക്കെ എന്ത് ചെയ്യുക, എല്ലാം നമ്മൾ കറക്റ്റായി ക്ലീൻ ചെയ്ത് പ്രോപ്പറായി കൊണ്ടുപോയാൽ നമുക്കൊരു പരിധി വരെ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം. സോ നമുക്ക് അതുകൊണ്ടാണ് ഈ ഡെങ്കു പോലെയുള്ള ചിക്കൻ ഗുനിയ പോലെയുള്ള ഡിസീസസ് പരത്തുന്ന മൊസ്കിറ്റോനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്നത്. സോ വി നീഡ് ടു എന്ത് ചെയ്യണം, നമുക്ക് എല്ലാവർക്കും ഡ്രൈ ഡേ ആചരിക്കാം, നിങ്ങളുടെ വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുഞ്ഞൊരു ലാർവയിൽ നിന്നാണ് ഇത്രയും ഡിസീസസ് നമുക്ക് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ എന്റെ മക്കൾ എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മിസ്സിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്.
അപ്പൊ എന്റെ മക്കള് പഠിച്ചു, മൊസ്കിറ്റോന്റെ കുറച്ച് ഡിസീസസും പഠിച്ചു, എന്താണ് മൊസ്കിറ്റോ ഉണ്ടാകാനുള്ള റീസൺ എന്ന് പഠിച്ചു. അപ്പൊ ബാക്കി കാര്യങ്ങൾ വരും വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ മക്കളെ, സീ യു നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.